ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ഫുഡ് ഹബിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതായത് മാംഗോ വെച്ചിട്ട് അതിനോടൊപ്പം വെറും 3 ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്തിട്ട് നല്ലൊരു കിഡിലൻ ഐസ്ക്രീം. അപ്പോൾ ഒട്ടും വൈകുന്നില്ല, നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതായത് തിളക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ തിളക്കാൻ സമ്മതിക്കരുത്. അതിനു മുമ്പ് ഞാനിതാ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് അവനവൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. അതൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ടുള്ളൊരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം നമുക്ക്. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് ഈ ഒരു രീതിയിൽ പേസ്റ്റ് ആക്കി എടുക്കുക. ഇനി നമുക്കിതിൽ ഈ പാലിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു തിക്നെസ്സിൽ നമ്മുടെ പാല് ഒരു തിക്നെസ്സിൽ കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നല്ലൊരു തിക്നെസ്സിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഒന്ന് തണുത്തതിന് ശേഷം ഞാനിതാ നമ്മുടെ പാൽ ഒരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് തണുത്ത് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു തിക്നെസ് വന്നിട്ടുണ്ട് പാലിന്. അപ്പോൾ ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് 1 കപ്പ് മാങ്ങയാണ്. നല്ല പഴുത്ത മാങ്ങയാണ്. അത് ജസ്റ്റ് ഒന്ന് ഞാനിതാ ഒരു ജാറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് അങ്ങനെ അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. ചെറിയ മാങ്ങ പീസുകളും അതിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേറെ സെപ്പറേറ്റ് മാങ്ങ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. അപ്പോൾ അതാ അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. ഒന്നെങ്കിൽ നമ്മുടെ ഐസ്ക്രീം 6-7 മണിക്കൂർ ഫ്രീസറിൽ വെക്കുക, അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കുക. അത് വെച്ച് 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ എടുത്ത് ബ്ലെൻഡ് ചെയ്യൽ നിർബന്ധമാണ് കേട്ടോ. അതായത് നമ്മൾ വെച്ച് 3 മണിക്കൂറിന് ശേഷം ഒന്നുകൂടെ ഒരു ജാറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അത് അതിൻ്റെ ടെക്സ്ചർ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനത് ബ്ലെൻഡ് ചെയ്തെടുക്കും. അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. എന്നിട്ട് 6-7 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ കിഡിലൻ മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പിസ്തൊക്കെ വെച്ചിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നട്ട്സോ ഫ്രൂട്ട്സോ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല ക്രീമിയാണ്, നല്ല അടിപൊളിയാണ്. അതേപോലെ കഴിക്കാനും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി. അതാണ് അതിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് ഒന്നും വേണ്ട. ഒരു മൈദ മാത്രമാണ് നമ്മൾ എക്സ്ട്രാ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ വീട്ടിൽ എന്തായാലും ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് നമുക്ക് പുറത്തുനിന്ന് വേറെ പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ഇതേപോലെ നല്ലൊരു കിഡിലൻ റെസിപ്പിയുമായി മറ്റൊരു റെസിപ്പിയുമായി ഷറാസ് ഫുഡ് ഹബിൽ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.